ഹായ് ഓൾ. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ കുഞ്ഞനിയന്മാരോടും കുഞ്ഞനിയത്തിമാരോടാണ്. നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ അപ്പിയർ ചെയ്യാൻ പോകുമ്പോൾ ഒക്കെ വളരെയധികം ടെൻഷൻ വരാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ആ ടെൻഷനെ കൈകാര്യം ചെയ്യാറ്? പലപ്പോഴും എനിക്ക് തോന്നുന്നു പലരും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കും അല്ലെങ്കിൽ വിഡ്രോ ചെയ്ത് നിൽക്കും. എന്തുകൊണ്ടാണ്? ഒരു സ്റ്റേജ് ഫിയർ, അല്ലെങ്കിൽ ഞാൻ എക്സാം എഴുതിയ പാസ്സാകുമോ, ഓപ്ഷണൽ ആണെങ്കിൽ നമ്മൾ അവിടുന്ന് ഫ്ലൈറ്റ് ചെയ്യാൻ നിൽക്കും. അപ്പം ഒന്നെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞോടാം. അപ്പം നമ്മളുടെ പേടി എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, ഇതിനൊക്കെ അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പേടിയുടെ പുറത്ത് മാത്രം ഓടി രക്ഷപ്പെടുന്ന കുറേ പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നു. ഇപ്പം നഴ്സിംഗ് റിലേറ്റഡ് ആണെന്ന് വിചാരിച്ചു. ഇപ്പം നഴ്സിംഗിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ആണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുന്നു, ടെൻഷൻ ആവുന്നു, ഇരിക്കൂ നോക്കൂ എന്ത് പറയും, എന്ത് ഡയഗ്നോസ് ചെയ്യും, പേഷ്യൻ്റ് എന്ത് പറയും, ഇങ്ങനെ 100 അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ബ്രെയിനിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഇപ്പം 1 ഇയർ അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളൊരു പർട്ടിക്കുലർ ടൈം പീരീഡ് നിങ്ങളുടെ ലൈഫിൽ മാറ്റി വെക്കുന്നുണ്ട്. മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇനി ആ പ്രിപ്പയർ ചെയ്ത കാര്യം ഒരാളുടെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സാം എഴുതി ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റൊരാളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു OET എക്സാം എഴുതാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മൾ സ്പീക്കിങ്ങിന് പോയിരിക്കുന്നു. അപ്പം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ കൂടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലുവൻസിയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഫ്ലുവൻസിയാണ് അവർ അസസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് തൊണ്ടയൊക്കെ വരണ്ട് ഫ്രീസ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല പലപ്പോഴും നിങ്ങൾ പല കാര്യങ്ങളിലും ഫെയിൽ ആയി പോകുന്നത്, നിങ്ങളുടെ ഫിയർ കൊണ്ടാണ്. അപ്പോൾ ഈ ഫിയറിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് പലപ്പോഴും എനിക്ക് ഒരു ഗുഡ് ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം എനിക്ക് കുഞ്ഞിലേ തൊട്ട് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു മാതാവ്. അപ്പം എൻ്റെ ഒരു ബിലീഫ് അനുസരിച്ചിട്ട് ഞാൻ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിൽ സക്സസ്ഫുൾ ആണ്. അതാണ് എൻ്റെ ഒരു ബിലീഫ്. അപ്പം നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി ഇപ്പം താഴെ വീഴും എന്നുള്ള അവസ്ഥ വരുമ്പം ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ, അത് നിങ്ങളുടെ പപ്പയാവാം, അമ്മയാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാതാവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ലൈഫിലുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അസസർ ഈ പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് എഴുതുക. അല്ലെങ്കിൽ ഇപ്പം ഒരു സ്റ്റേജിലാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അത് നിങ്ങൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കുക. നിങ്ങളുടെ മുമ്പിൽ പേടിപ്പെടുത്തുന്നത് എന്താണോ ഉള്ളത് അതിനെ നിങ്ങൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു പ്രത്യേക മാജിക്കൽ പവറൊക്കെ നമ്മുടെ ബ്രെയിൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ഇനി എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളെയും കൂടി കൂടെ കൂട്ടിക്കൊണ്ട് പോകുക. 100% നിങ്ങളുടെ സ്ട്രെസ് ലെവൽ ഒരു 75% സ്ട്രെസ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് 25% ആയിട്ട് കുറയ്ക്കാനും, കുറച്ച് ടെൻഷനൊക്കെ ആവശ്യമാണ് പരീക്ഷ എന്ന് പറയുമ്പോൾ, എങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്തുള്ളൂ. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.